ഞാൻ എന്തിന് ഈ ഭൂമിയിൽ ജനിച്ചു, എന്താണ് എൻ്റെ ജന്മ ഉദ്ദേശം നീ ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറില്ല. ഇല്ലല്ലോ, എന്നാൽ ഞാൻ ചിന്തിക്കാറുണ്ട്. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. കാണുന്ന ആളുകൾ ചോദിക്കും, അമ്മയെ ചോദിച്ചൊരു ചോദ്യമുണ്ട് അജിനോട്, ഈ ഭൂമിയിൽ എന്തിന് ജനിച്ചു? അതിന് വരുന്ന കമന്റ് എന്തോ അറിയാം, നീയൊക്കെ എന്തിനാണോ ജനിച്ചത്? എടീ, കാണുന്ന ലുക്കൊക്കെ ഉള്ളു കേട്ടോ. അങ്ങനെ തന്നെ ജഡ്ജ് ചെയ്യണം. അമ്മയെ ജിഷിന്റെ ലൈഫിൽ വന്നതിന് ശേഷം ജിഷിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? അമ്മയെ ജിഷിനെ പേഴ്സണലി അറിയാവോ? അറിയാം. എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ആരായിരിക്കും ജിഷിനെ മാറ്റി നിർത്തിയാൽ? ജിഷിനെ മാറ്റി നിർത്തിയാലെന്നല്ല, എന്റെ പേഴ്സണൽ ഫേവറേറ്റ് അനീഷ. കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. അനീഷ ആണെങ്കിലും സെപ്പറേറ്റഡ് പേഴ്സൺ ആണ്, ജിഷിൻ സെപ്പറേറ്റഡ് ആണ്, വേദലക്ഷ്മി സെപ്പറേറ്റഡ് ആണ്. ജിഷിൻ ഇന്ന് സെപ്പറേറ്റഡ് അല്ല, ഇന്ന് സെപ്പറേറ്റഡ് അല്ല. അതുകൊണ്ടാണ് ജിഷിൻ അവിടെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്. സസ്യാഹാരം കഴിക്കുന്നതുകൊണ്ട് യോഗ ചെയ്യുന്നത് കൊണ്ടും ഒരാള് സംഖ്യയാകുമോ? ജിഷിന് ആക്ച്വലി രാഷ്ട്രീയമില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ പുള്ളി BJP അല്ല, ഞാനും അല്ല. നിങ്ങൾ ഇന്ന് രണ്ടുപേരും സംഘികളാ. ഞങ്ങൾ സംഘികളാ. എന്താ, പുള്ളി സത്യാഹാരിയാ, ഞങ്ങൾ സംഘി കുടുംബം. ജിഷിന് പറ്റിയ പറഞ്ഞത് കേട്ടോ. ഈ അഭിനയ രംഗത്ത് അല്ലെ സീരിയലിലെ കഥാപാത്രങ്ങൾ നെഗറ്റീവ് ചെയ്യുമ്പോഴും റിയൽ ലൈഫിൽ നെഗറ്റീവ് ആണോ? റിയൽ ലൈഫിൽ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ലല്ലോ പറയുന്നത്. അതെ, എനിക്ക് ഞാൻ എപ്പോഴും പോസിറ്റീവാണ്. എന്നെ കുറിച്ച് പറയേണ്ടത് മറ്റുള്ളവരാണ്. പക്ഷെ അത് ഉൾക്കൊള്ളണോ തള്ളിക്കളയണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഇത്തിരി സമയം കൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. എനിക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് പച്ചക്കള്ളം പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കള്ളം പറയുന്ന ആൾക്കാരല്ലേ. സോ നിങ്ങൾ ഈ കേട്ടത് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് പിന്നെ ചിലപ്പോൾ വീണ്ടും നമ്മൾ ഒരു വിഷയം വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കി അതൊരു ജഡ്ജ്മെന്റിൽ എത്തും. അപ്പൊ അതുകൊണ്ട് എന്നെ കുറിച്ച് ഞാനൊന്നും പൊക്കിയും പറയുന്നില്ല, താഴ്ത്തിയും പറയുന്നില്ല. എൻ്റെ അടുത്ത് മറ്റുള്ളവരുടെ അഭിപ്രായം ഞാൻ പറയുന്നില്ല. ഞാൻ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വയം എനിക്ക് ഒരു വില ഇടുന്ന ഒരാളാണ്. എവറി ഡേ, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു, അതിൽ എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്തു, എത്രത്തോളം നന്മയുള്ള കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ മോശം കാര്യങ്ങൾ വന്നു എന്ന് എവറി ഡേ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ വേറൊരു കാര്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ, എന്നെ കുറെ ആയില്ലേ ചോദിച്ചു കൊണ്ടു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ, ഞാൻ എന്തിന് ഈ ഭൂമിയിൽ ജനിച്ചു, എന്താണ് എൻ്റെ ജന്മ ഉദ്ദേശം എന്ന് ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറില്ല. ഇല്ലല്ലോ, എന്നാൽ ഞാൻ ചിന്തിക്കാറുണ്ട്. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? അപ്പൊ എവറി ഡേ ഞാൻ ഇത് ചെക്ക് ചെയ്യുമെന്ന് പറയുമ്പോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടല്ലായിരുന്നു. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോ കറക്റ്റ് ആയില്ലേ? ഇത് അമ്മയെ പറയുമ്പോഴേ കാണുന്ന ആളുകൾ ചോദിക്കും, അമ്മയെ ചോദിച്ചൊരു ചോദ്യമുണ്ട് അജിനോട്, ഈ ഭൂമിയിൽ എന്തിന് ജനിച്ചു? അതിന് വരുന്ന കമന്റ് എന്തോ അറിയാം, നീയൊക്കെ എന്തിനാണോ ജനിച്ചത്? അതവര് പറഞ്ഞോട്ടെ. അമ്മ ഇത്രയും ചിരിച്ച് കളിച്ച് സംസാരിക്കുമ്പോഴും ഒരു പൊട്ടിപ്പെണ്ണ് ഒരു കൊച്ചു പ്രായത്തിൽ വീട്ടുകാർ നിർബന്ധത്തിൽ ജഡ്ജ്മെന്റ് ചെയ്യാൻ പാടാ എന്നെ. ആ വിവാഹം കഴിക്കും. അതായത് ചിലര് പറയും ആള് ഭയങ്കര ചില്ലാണ് അങ്ങനെയാണ്, പക്ഷെ വേറൊരാള് പരിചയപ്പെടുന്നത് എന്റെ ഭയങ്കര മീൻസ് വേറൊരു ഫേസ് ആയിരിക്കും. അപ്പം ഓരോരുത്തരും മീറ്റ് ചെയ്യുന്ന സാഹചര്യം അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ ഞങ്ങൾ ചിൽ വൈബിൽ ഇരിക്കുമ്പോ ആയിരിക്കും ഒരാൾ എന്നെ പരിചയം, അവള് ഭയങ്കര ട്രിപ്പി സ്റ്റൈലിൽ നടക്കുന്നതാണ്, അവള് ഭയങ്കര ചില്ലാണ്. പക്ഷെ വേറെ ആൾ എന്റെ വേറൊരു മോഡാണ് കാണുന്നുണ്ടെങ്കിൽ അവര് ശരിക്കും അത് അങ്ങനെ അല്ലല്ലോ ഇങ്ങനെ പറയും. കൊറേ മിക്സിങ് അങ്ങനല്ല, ഞാനെല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, ഒരു കുട്ടിപ്രായത്തിൽ വിവാഹം കഴിക്കുന്നു വീട്ടുകാർ നിർബന്ധത്തില്, ലൈഫിൽ ഒരുപാട് അനുഭവിച്ചു, അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, ജീവിതത്തിൽ അഭിനയത്തിന്റെ ആഗ്രഹം കൊണ്ട് അഭിനയമോഹം യാത്ര ചെയ്യുമ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിലോട്ട് വന്നത് അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരാണല്ലോ കൂടുതലും ഈ ഇൻഡസ്ട്രി. പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് വന്നല്ല. എനിക്ക് ഇങ്ങോട്ട് ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് ട്രൈ ചെയ്യുന്നു പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് അതിലേക്ക് ചെന്നതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ഒരാളാണ്. പക്ഷെ ഞാൻ കണ്ട പലരും അഭിനയിക്കാൻ ഇങ്ങനെ ആഗ്രഹം മൂത്ത് ഇങ്ങനെ അതിനെ ഇഷ്ടപ്പെട്ട് അതിലേക്ക് ചെല്ലുന്നവരാ. എന്റെ കാര്യം നേരെ തിരിച്ചാ. ഞാൻ പറഞ്ഞ സ്കൂളിൽ പഠിക്കുമ്പോഴും അങ്ങനത്തെ ഓഫേഴ്സ് വന്നിരുന്നു, വീട്ടുകാർ വിട്ടിരുന്നില്ല. എന്നെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അതെന്റെ നിയോഗമായിരിക്കും. ഈ ഫെയിം ആണെങ്കിൽ പോലും എല്ലാ മനുഷ്യർക്കും കിട്ടുന്നൊന്നല്ല. ആ ഫെയിമിൽ ഒരു വാക്കുണ്ട്,
ഈ ഫെയിം നമ്മൾ തേടി പോകണ്ടെന്നല്ല, നമ്മളെ തേടി വരണ്ടെന്ന. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗോഡ് ഗ്രേസ്, ഞാൻ ഭാഗ്യവതിയാണ്. അത് എന്നെ തേടി വന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അമ്മയെ പുറമേ കാണുമ്പോളേ നല്ല ലുക്ക്, പൈസക്ക് ഒരു കുറവും ഇല്ല, ഇത്ര ഹാപ്പി ആയിട്ട് നടക്കുന്നു. പക്ഷെ ഞാൻ കേട്ടൊരു കഥയുണ്ടല്ലോ അമ്മയ, എന്താ ഒരു 41 രൂപയ്ക്ക് വരെ ഇല്ലാതിരുന്നൊരു ദിവസമുണ്ട്. സത്യമാണോ? എന്താണ് കഥ? അത് പറഞ്ഞ കരയോ? കരയാതിരിക്കാനായിട്ടൊന്ന് ബ്രീത്ത് എടുത്തോട്ടെ. അതായത് എന്നോട് ചോദിച്ചത് എന്നെ ഏറ്റവും ലൈഫിൽ വിഷമിപ്പിച്ചൊരു കാര്യം എന്ന് ചോദിച്ചപ്പം ഒറ്റയടിക്ക് ഞാൻ ആൻസർ ചെയ്തു, വിത്തൗട്ട് എനി ഡൗട്ട് അല്ലേ. അപ്പം അത് അത്രയും വിഷമിപ്പിച്ചുകൊണ്ട് അതെന്നും മെമ്മറിയിലുള്ളൊരു സംഭവമാണ്. എൻ്റെ സെപ്പറേഷൻ ടൈമിൽ, ജസ്റ്റ് സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ഒരു ടൈമിൽ മോൻ ഹോസ്പിറ്റലിലായി. അവന് ബ്ലഡിൽ എന്തോ ഇതിൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് എന്തോ കുറയോ കൂടുമോ, കൗണ്ട് കൂടുമോ, അങ്ങനെ എന്തോ ചെയ്തിട്ട് ഹോസ്പിറ്റലിലായി. ചെറിയ കുട്ടി, കുഞ്ഞ് വാവയാണ് അവൻ. അപ്പോൾ ആ സമയത്ത് തൃപ്പൂണിത്തുറ ദേവി ഹോസ്പിറ്റലായിരുന്നു അവനെ. അവിടെ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി അവിടെ നേഴ്സായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി മീൻസ് വീട്ടിൽ നിന്ന് പോയി വരാനും നോക്കാം. ഞാൻ ജസ്റ്റ് 3 മണിയൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന സമയം, പോകാനും വരാനും. അങ്ങനെ വീട്ടിലും വേറെ ആരും ഇല്ല, ഞാനും കുട്ടികളും മാത്രമാണ്. അപ്പോൾ അവള് പറഞ്ഞു, നീ പോയിട്ട് വാ, പോയി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ, ഞാൻ നോക്കിക്കോളാം മോനെ. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും മോനൊരു മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് വന്നവർ ഫുഡിൻ്റെ ഇത് എടുക്കുമല്ലോ ആ സമയത്ത്. തിരിച്ചു വന്നിട്ട് ഞാൻ പക്ഷേ ആ സമയത്ത് പുള്ളീനെ ഞാൻ വിളിച്ചു നോക്കി. പുള്ളി എബ്രോഡ് എന്തോ പോയിരുന്നോണ്ട് പുള്ളീനെയും കിട്ടിയില്ല. അപ്പം നമുക്ക് ഡിസ്ചാർജ് ആകുന്ന ദിവസം നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ട്, എന്തെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിൽ. അപ്പം അതുവരെ എൻ്റെ സത്യം പറഞ്ഞ പേഴ്സ് ഫുൾ തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓരോരോ മെഡിസിൻസിനൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അന്ന് ഇങ്ങനെ അവനിങ്ങനെ ഓർഡർ ചെയ്ത് ഞാൻ തിരിച്ചു വന്നപ്പോ ഞാൻ ആക്ച്വലി എൻ്റെ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അത് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുമ്പോൾ അപ്പം തന്നെ പേ ചെയ്യണം നമ്മൾ, പിന്നത്തേക്കല്ല. അപ്പം എൻ്റെ പേഴ്സിൽ എനിക്ക് തോന്നുന്നു മാക്സിമം എണ്ണിപ്പറക്കിയെടുത്ത ഒരു 28 രൂപ ഉള്ളൂ. അതിൽ എല്ലാ ചില്ലറൊക്കെ എടുത്തിട്ട് 28 രൂപയുള്ളൂ. അപ്പോൾ കൊച്ചിനാണെങ്കിൽ പനി വിട്ടത് ഒരിതിൽ നമുക്കൊരു കഴിക്കാനൊരു ആഗ്രഹം വരുമല്ലോ, അങ്ങനെ അവന് ഓർഡർ ചെയ്തതാണ്. അപ്പം അത് എടുക്കാൻ എൻ്റെ കയ്യിലില്ല എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അതായത് അതൊരു ഭയങ്കര വെച്ചാൽ നമുക്ക് മറ്റ് ഫീലിംഗ് പോലെ ഒന്നുമല്ല. നമ്മുടെ കുട്ടീനെ വിശന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തതാ, അതൊരമ്മയ്ക്ക് കൊടുക്കാൻ കഴിയാത്തത് മോശം അല്ലേ. അത്രയും വേദന ഉണ്ടായിരുന്നല്ലേ. ഇന്ന് നോക്കുമ്പോൾ 40 രൂപ. ആ ഒരു സിറ്റുവേഷൻ എന്തുവായിരുന്നു? എങ്ങനെ? അത് പറയാൻ പറ്റില്ല. ഞാൻ എന്നിട്ടത് റിയാക്ട് ചെയ്തതും മീൻസ് എൻ്റെ ആ ഒരു കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവള് ഷിഫ്റ്റ് ആയി പോവുകയും ചെയ്തു. അല്ലെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് വാങ്ങായിരുന്നു. പിന്നെ എനിക്ക് അവിടെ ആരും അറിയില്ല. സി ഓഫ്കോഴ്സ് നമുക്ക് ആർക്കെങ്കിലും ചോദിക്കാം, അതെന്നാലും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ടഫായിരുന്നു. മകനോട് എന്ത് പറഞ്ഞു? ഒരു അമ്മയാണ് ആഗ്രഹിച്ച് ഫുഡ് മേടിച്ച മകനാണ്. ഡോക്ടർ പറഞ്ഞല്ലേ ലിക്വിഡ് ഫുഡേ കഴിക്കാവൂ, നമുക്ക് കഴിച്ചുകൂടാ, നമുക്ക് ഇന്നൊരു ദിവസം കൂടി കൂട്ടിന് കഞ്ഞി കുടിക്കാം, നമുക്ക് നാളെ അമ്മ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കഞ്ഞി 18 രൂപയാണ്, 28 രൂപയെ കയ്യിലുള്ളൂ, കഞ്ഞി ആക്കി. അത് ക്യാൻസൽ ചെയ്തു എങ്കിലും ഞാൻ എന്നിട്ട് ബാത്റൂമിൽ പോയിരുന്നു. ഞാൻ നല്ലോണം കരഞ്ഞു. ഇത് പറയുമ്പോഴും കണ്ണു നിറയുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി കാശിന്റെ വില. 1 രൂപയാണെങ്കിലും ഇപ്പൊ 30 രൂപ എന്നുള്ളത് 31 രൂപ കൊടുത്താലേ ഈ ഫുഡ് തരുള്ളൂ എന്ന് പറഞ്ഞാൽ 31 വേണം. 30 രൂപ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. ആ 1 രൂപയ്ക്ക് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ലൈഫിൽ തന്നൊരു പാഠമായിരുന്നു അത്. അതിനകത്തുള്ളൊരു ഡീപ്പ് ഇതെന്ന് പറഞ്ഞാൽ മറ്റിപ്പം നമ്മളുടെ ഒരു പാർട്ട്ണറുമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റൊരു ഇതും അല്ല. നമ്മുടെ കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ അത് ഫീഡ് ചെയ്യാന്നുള്ളത് ആണല്ലോ ജനിക്കുമ്പോൾ മുതലൊരു അമ്മയുടെ ധർമ്മം. കുഞ്ഞിനെ ഫീഡ് ചെയ്യാന്നുള്ളതാണല്ലോ അമ്മ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ കടമ. അത് പറ്റാതായപ്പോ ഉണ്ടായൊരു വിഷമം ഭയങ്കര. കാണുന്ന ലുക്കൊക്കെ ഉള്ളു കേട്ടോ. അങ്ങനെ എന്നെ ജഡ്ജ് ചെയ്യണ്ട. അത് ആ സിറ്റുവേഷനൊക്കെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിന്ന് തരണം ചെയ്തില്ലേ. അപ്പൊ അത് എനിക്ക് മനസ്സിലായി, പലപ്പോഴും ലൈഫിൽ മനസ്സിലായി. അപ്പൊ ഞാൻ ഈ ഇടയ്ക്കും എൻ്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, എനിക്ക് എപ്പോഴും ലൈഫിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരാ വിഷയം എൻ്റെ കുട്ടികളാ, എൻ്റെ ഫാമിലി അല്ല. എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ, എൻ്റെ പിള്ളേരാ. അവരെന്നെ ഞാനത് അവരെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് വളർത്തിയതും അതുകൊണ്ടാ. അമ്മയെ ജിഷിന്റെ ലൈഫിൽ വന്നതിന് ശേഷം ജിഷിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? അമ്മയാ ജിഷിനെ പേഴ്സണലി അറിയാവോ?
അറിയാം. എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. തോന്നിയില്ലേ? എന്ത് ജിഷിന് വന്ന മാറ്റങ്ങൾ? ആള് ഭയങ്കര ഇതായി പോയി, മറ്റേ എടുത്തിയാട്ടമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് മാറി എനിക്ക് തോന്നിയത്. അത് തന്നെയാണ് ആളിൽ വന്ന മാറ്റം. അതെല്ലാരും പറയുന്നുണ്ട്. ആളില് ഭയങ്കര ചേഞ്ച് വന്നു. ഈവൻ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിലും അനുമോള് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പരിചയപ്പെട്ടിരുന്ന ജിഷാൻ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ഞാൻ വായിച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മൾക്ക് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരാളുടെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം വരെ ഡൗൺ ആവുന്ന എന്ന് വെച്ചാൽ നമ്മൾ കാം ആവും. മനസ്സിലായോ? നിങ്ങൾ എൻ്റെ ഓറയുമായിട്ട് ചേരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ ഞാൻ ഇറിറ്റേറ്റ് ആവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചില ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ, ഒരു നെഗറ്റീവ് തോന്നൂല്ലേ? ആളുകളൊന്നും വേണ്ട, ഒരു റൂമിൽ ഇരുന്നാൽ പോലും അത് നിങ്ങളുടെ ഓറയുമായിട്ട് ആ വ്യക്തിയുടെ ഓറ കണക്ട് ആവാത്തത് കൊണ്ടാണ്. 41 രൂപ കൊടുത്ത് മസാല ദോശ മേടിക്കാൻ കഴിയാത്ത ഒരമ്മ ഉണ്ടായിരുന്നു. ആ അമ്മയിൽ നിന്ന് ഇന്ന് മാറിയ മാറ്റങ്ങൾ എന്തൊക്കെയാ? അമ്മയിൽ നിന്ന് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഒന്നും സമ്പാദിക്കുന്നില്ല. ചിലപ്പോൾ ഒന്ന് നോക്കിയാലും എൻ്റെ അക്കൗണ്ട് 0 ആയിരിക്കും. കാരണം ഞാൻ അങ്ങനെ സമ്പാദിച്ചു വെക്കുന്നില്ല. നാളെ എന്നൊരു ദിവസം ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അറ്റ് പ്രസന്റ് ജീവിക്കുക. ഈ പ്രസന്റിൽ ഞാനുണ്ട്, ഞാൻ ജീവിക്കുക. ഈ സമയം മാക്സിമം കളർഫുൾ ആക്കുക, ഹാപ്പി ആക്കുക. എന്തോ വാക്കുകളാണ് അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ അല്ലേ? അങ്ങനെയല്ലേ ശരിക്കും? അപ്പം ഞാൻ നാളെ കുറിച്ച് ചിന്തിക്കും. കുറച്ച് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പക്കാ പറയുകയാണെങ്കിൽ ജിഷാന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അത് പുറത്ത് വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ പോകുന്നതിന് കുറച്ച് മുമ്പ് ഒരു 2-3 ഡേയ്സ് ബാക്ക് നമ്മൾ ഭയങ്കര ഫിനാൻഷ്യലി ഡൗൺ ആയിരുന്നു. കാരണം അവര് സ്റ്റാർട്ടിങ്ങിൽ വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചില്ല. അവര് അതിന്റെ പകുതിയിലാണല്ലോ വിളിച്ചത്. അതായത് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് 1 മന്ത് കഴിഞ്ഞിട്ടാണ്, 1 മന്ത് ഫിനിഷ് ആവുമ്പോഴാണ് വിളിക്കുന്നത്. അപ്പൊ ജൂലൈ പകുതി 25th ആവുമ്പോൾ റെഡി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു. ജൂലൈ 20th മുതലേ പുള്ളി റെഡി ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. വർക്ക് ചെയ്തിരുന്ന വർക്കൊക്കെ നിർത്തി വെച്ചിട്ട്. അപ്പൊ ഒരു 1 മന്ത് സഫർ ചെയ്ത് പോവാന്ന് പറയുന്നത് ഇച്ചിരി ടാസ്കാ. 2 പേർക്കും വർക്കില്ല. അതാണ് നോട്ട് ദ പോയിന്റ്. മനസ്സിലായോ? ഞാനും വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയി. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി ഡൗൺ ആകുമ്പോൾ അവർ അത് ഇറിറ്റേഷൻ ആയിട്ടൊക്കെ അവർക്ക് പുറത്തു വരും. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം വാങ്ങിച്ചു തരാൻ പറ്റാതെ, വീട്ടിൽ കാശ് എടുത്ത് ചെലവാക്കാൻ പറ്റാതെ ആവുമ്പോഴൊക്കെ അവർ റിയാക്ട് ചെയ്യുന്ന ലേഡീസിനെ പോലെ ആയിരിക്കില്ല. ഒരു വേറെ രീതിയിൽ അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവർ റിയാക്ട് ചെയ്യുന്ന രീതി വേ ആയിരിക്കും. നമ്മൾ അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്നിട്ട് ഞങ്ങള് ചേട്ടനെ ഞാൻ പോകുന്നതിന് മുമ്പേ ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ബോക്സിങ്ങിന് കൊണ്ട് ചേർത്തായിരുന്നു. കുറച്ച് ദിവസം ബോക്സിങ് ചെയ്തിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ പോകാനായിട്ട്. കാരണം വർക്കൗട്ട് ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരാളല്ലേ. അപ്പൊ ആ ഒരു വെറുതെ ഇരുന്ന സമയത്ത് ഞാൻ പുള്ളി ആദ്യം വിളിക്കാതെ അപ്പൊ ഒന്ന് അപ്സെറ്റ് ആയി. ഞാൻ പറഞ്ഞു നല്ലതിനെന്ന് കരുതുക, എന്ത് സംഭവിച്ചാലും നല്ലതിനെന്ന് കരുതുക. എന്തോ ഉണ്ട്, അതിനാണ് അങ്ങനെ ആയത്. അപ്പോ പോകാൻ വേണ്ടി ബാക്കിയുള്ളവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ കാണാനും കൂടുതൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടില്ലേ? അതെന്തുകൊണ്ട് നല്ലതാണെന്ന് ചോദിക്കുക. സോ ബോക്സിങ്ങിന് കൊണ്ട് ചേർത്തു. ഞാനും പോവായിരുന്നു. ഞാനും പോണം, പുള്ളി വാശിയായിരുന്നു, ഞാനും പോവായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ പോകുന്നതിന് 2 ദിവസം മുമ്പാണെങ്കിൽ ഫണ്ടെല്ലാം തീർന്നിട്ട് പുള്ളിക്ക് ആകെ ഭ്രാന്തായിട്ട് നമ്മൾ ജിമ്മിൽ പോയിട്ട് പോലും ജിമ്മിന്റെ മേളിലേക്ക് കയറാതെ കാറിൽ തന്നെ ഫോൺ ഇങ്ങനെ നോക്കുക. ഫോൺ നോക്കുന്ന സമയത്ത് ഞാൻ പുള്ളിനെ ഡിസ്റ്റർബ് ചെയ്യില്ല, നോക്കി കഴിയട്ടെ. ഞാൻ അവിടെ മിണ്ടാണ്ടിരുന്നു. അതങ്ങനെ ഇരിക്കാൻ തുടങ്ങി 1/2 മണിക്കൂറായി, 1 മണിക്കൂറായിട്ട് ഞാൻ നോക്കി തീരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തീരുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇറങ്ങുന്നില്ലല്ലോ. നമ്മളെ കുറ്റായിട്ട് പറയാ, മനസ്സിലായോ? നീ ഇറങ്ങുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടൻ അത് നോക്കിക്കൊണ്ടിരുന്നോണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. അപ്പൊ ഞാനും ഇവിടെ ശരി, നമ്മളിപ്പോ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂറായി. എന്താ ചെയ്യേണ്ട ചോദിച്ചപ്പോ പുള്ളിക്ക് ദേഷ്യപ്പെട്ടു, കാറിന്ന് പുറത്തിറങ്ങി. ഞാൻ പിന്നെ കാറിന്ന് ഇറങ്ങിയില്ല, അവിടെ തന്നെ ഇരുന്നു. പുള്ളി പുറത്തിറങ്ങി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിന്നു. ഞാനത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജിമ്മിൽ പോകണ്ട, എനിക്ക് സംസാരിക്കണം. വിളിച്ചിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ ടെൻഷൻ ആവുന്നത്? കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയാം. അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ബേസിക് നീഡ്സ് നടക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ രാവിലെ എണീച്ചു, ഭക്ഷണത്തിന് വീട്ടിൽ കുറവൊന്നുമില്ലല്ലോ, കഴിച്ചില്ലേ, ബാക്കി കാര്യങ്ങളെല്ലാം നടന്നില്ലേ? പല്ലിയേക്കാൻ പേസ്റ്റ് ഇല്ലാതിരുന്നില്ല, കുളിക്കാൻ സോപ്പ് ഇല്ലാതിരുന്നില്ല, ഉടുക്കാൻ വസ്ത്രം ഇല്ലാണ്ടിരുന്നില്ല, ജിമ്മിലേക്ക് കാർ ഓടിച്ച് വരാൻ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതിരുന്നില്ല, മൊബൈൽ റീചാർജ് ആണ്, ബിഗ് ബോസ് ഷോസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, ബേസിക് നീഡ്സ് എല്ലാം നടക്കുന്നുണ്ട്. ദെൻ വൈ എന്തിന് ഇത്രയും വറി ചെയ്യുന്നേ ചോദിച്ചു. നാളെ എന്റെ എക്സാമിന് വേണ്ടി ഞാൻ കുറച്ചൊരു ഫണ്ട് മാറ്റി വെച്ചിരുന്നു.
ഞാൻ പറഞ്ഞു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾക്ക് ഓൾറെഡി ഉള്ള ഫണ്ട് തീർന്നിട്ട് ആ ഫണ്ടിൽ നിന്ന് എനിക്ക് എക്സാമിന് പോകാനുള്ള ഫണ്ടിൽ നിന്ന് എടുത്ത് നമ്മൾ ചെലവാക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴും പുള്ളിക്ക് ടെൻഷൻ, എന്റെ നിന്ന് എടുക്കുമ്പോ ഇനി ഞാൻ എക്സാമിന് പോകുമ്പോഴും എനിക്ക് വേണമല്ലോ. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ ടെൻഷൻ ആകുന്നില്ല. കാരണം ചിലപ്പോൾ നാളെ രാവിലെ എനിക്കുമ്പോൾ ഞാൻ ഇല്ലെങ്കിലോ, ഞാൻ ഈ എക്സാം എഴുതില്ലല്ലോ. അപ്പൊ എന്റെ ഈ ഫണ്ടിന്റെ പകുതി അവിടെ ബാക്കി കിടക്കുകയാണ്, അത് വേസ്റ്റ് ആയി പോവാ ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് അത്രയും ആലോചിച്ചിട്ട് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു, ശരിയാ നീ പറഞ്ഞ പോലെ ബേസിക് നീഡെല്ലാം നടക്കുന്നുണ്ട്, നമ്മുടെ കാര്യമെല്ലാം നടക്കുന്നുണ്ടല്ലോ, അക്കൗണ്ടിൽ പൈസ ഇല്ല എന്നല്ലേ, സാരമില്ല. ഇങ്ങനെ ഇപ്പം കാര്യങ്ങൾ ഇന്ന് നാളത്തെ ദിവസം പോകാനുള്ളത് എനിക്ക് ആ എക്സാമിന് മാറ്റി വെച്ചിരുന്ന ഫണ്ടിലുണ്ട്. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന്. സംഭവിച്ചു. ഇത് പറഞ്ഞതിന്റെ അടുത്ത ദിവസം തന്നെ സംഭവിച്ചു. അങ്ങനെ ആ മിറാക്കിളാണ് ഇന്ന് ബിഗ് ബോസിൽ നിൽക്കുന്നത്. അതെ, അതാ പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഭയങ്കരമായിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു കാര്യം ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമുക്ക് അതിനെ തരും എന്നുള്ളത് ഇന്ന് എനിക്ക് തോന്നുന്നു ലോകത്തെ എല്ലാ കൊച്ചുകുട്ടികൾക്കും വരെ അറിയാവുന്ന ഒരു കാര്യം. അത് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളതിലും ഇതുണ്ട്. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്സും എല്ലാ കാര്യങ്ങളും. നമ്മൾ പലരും ഒരു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ റിലേഷൻ ആദ്യം ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പിനും അപ്പുറം ഒരു സ്നേഹം ഉണ്ട്, അത് എന്താണ് നമുക്ക് അറിയില്ല, അന്നാ ഒരു വിശ്വാസവും സ്റ്റേജ് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ, ഇത് ലൈഫ് ലോങ് ഇങ്ങനെ പോകും. മരണം വരെ ജിഷിൻ അമ്മയെ ഒരുമിച്ച് തന്നെയായിരിക്കും, അതിനകത്തൊരു മാറ്റവും ഇല്ല. അപ്പോഴും ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ജിഷിനും അമ്മയും അധികകാലം കാണത്തില്ല, ഇവർ വേറെ പിരിയും എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് തരാനുള്ള മറുപടി എന്താ? അത് തന്നെയാണ്, ഞാൻ അവരെ ഒഫൻഡ് ചെയ്യാണ്, വെല്ലുവിളിക്കുകയാണ്. എൻ്റെ കോൺഫിഡൻസ് ആണത്. ഇത്രയും മാറ്റങ്ങൾ ആ ഒരു വ്യക്തിയില് ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളെ ആൾക്ക് ഒരു സൈക്കാട്രിസ്റ്റിന്റെയോ സൈക്കോതെറാപ്പിസ്റ്റിന്റെയോ ഒക്കെ സഹായത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള ഒരു തേർഡ് സ്റ്റേജിലായിരുന്ന ഒരാളിനെ മാറ്റാൻ കഴിയുള്ളൂ. നോർമലി ജിഷൻ തേർഡ് സ്റ്റേജ് കഴിഞ്ഞ ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ ഇത്രയൊക്കെ പറഞ്ഞ് എനിക്ക് മാറ്റാൻ കഴിയും. ഡെഫിനറ്റ്ലി അയാൾ ഇനി എൻ്റെ അടുത്തൊന്നും പോകാൻ പോകുന്നില്ല. ഞങ്ങൾ ഒന്നിച്ചിനി ഞങ്ങളെ പിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് ഒരുമിക്കേണ്ടവരായിരുന്നിരിക്കും നേരത്തെ, ലേറ്റ് ആയി പോയി. അതാ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചേ, എവിടായിരുന്നു ഇത്രയും കാലം. ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും. എല്ലാ ദിവസവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആരായിരിക്കും ജിഷിനെ മാറ്റി നിർത്തിയാൽ? ജിഷിനെ മാറ്റി നിർത്തിയാലെന്നല്ല, എന്റെ പേഴ്സണൽ ഫേവറേറ്റ് അനീഷാണ്. അനീഷ്, ഈ അനീഷ് അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? പേഴ്സണൽ ഫേവറേറ്റ് അനീഷാണ്. ജിഷിൻ ചാട്ടൻ എൻ്റർ ചെയ്യും വരെ. ജിഷിൻ ചാട്ടൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അവിടെ എന്താണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ജിഷിൻ ചാട്ടൻ തന്നെയാണ്. അപ്പോൾ അനീഷ് സൈഡിലേക്ക് മാറ്റപ്പെട്ടു. അനീഷിനോടൊരു ഇഷ്ടമുണ്ട് ഇപ്പോഴും. അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വീഡിയോ ചെയ്തതിനകത്ത് ഞാൻ പറഞ്ഞു, ഇത് ഒരു ഗെയിം ഷോ എന്ന് പറയുന്നത് ഇതൊരു ഗെയിം ഷോ മാത്രമല്ല, ഇതിനകത്തൊരു വ്യക്തിനെ കൊണ്ടുവരാം, ആ വ്യക്തിയുടെ വ്യക്തിതല കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇല്ലേ? അയാളുടെ കരിയർ, ലൈഫ്, കുട്ടി, എല്ലാ ഏറ്റവും കാര്യങ്ങൾ കീറുമുറിച്ച് പോകുന്ന ഒരു ഷോ ആണ്. അതുപോലെ തന്നെ അയാളുടെ ഫിസിക്കൽ കണ്ടീഷൻ, ഫിസിക്കൽ ടാസ്കുകളിലൂടെ അല്ലെ, പിന്നെ മെന്റലി അയാൾ എത്രത്തോളം ചിന്തിക്കുന്നു, അപ്പൊ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഗെയിമാണ്. അല്ലാതെ ഇതൊരു ഗെയിം ഷോ അല്ല അല്ലേ? അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെ ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, എല്ലാ വ്യക്തികൾക്കും അവരുടെ ഒരു വ്യക്തിത്വവും വ്യക്തി വൈകല്യങ്ങളും ഉണ്ട്. സത്യം. അവരുടെ കൂടെ നിൽക്കുന്നവർ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സന്തോഷങ്ങളെയും നിങ്ങളുടെ പ്ലസിനെ മാത്രം സ്നേഹിച്ച് എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും. ഞാൻ നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് മനസ്സിലാക്കുക, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാന്നല്ല, അത് അതിന് മനസ്സിലാക്കുകയും വേണം, അതിനെയും കൂടെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാവണം. അപ്പോഴേ അവിടെ നിലനിൽപ്പുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ വ്യക്തിന്റെ നല്ലത് മാത്രം മതി, മോശം ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ അവിടെ നിലനിൽപ്പില്ല. നല്ലതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പോകും ഇല്ലേ? എനിക്ക് ആ വ്യക്തിന്റെ മോശം സൈഡ് ശരിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മോശം കാര്യങ്ങൾ അറിയണം, അതുകൂടി ഞാൻ ഉൾക്കൊള്ളണം, എന്നിട്ട് അറിഞ്ഞായിട്ട് കൂടെ നിൽക്കണം. സോ ബിഗ് ബോസ് ഹൗസിനകത്ത് പലർക്കും ട്രോമാസ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. പലരും പേഴ്സണലി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണ്. ലൈക്ക് അനീഷ് ആണെങ്കിലും സെപ്പറേറ്റഡ് പേഴ്സൺ ആണ്, ജിഷിൻ സെപ്പറേറ്റഡ് ആണ്, വേദലക്ഷ്മി സെപ്പറേറ്റഡ് ആണ്. ജിഷിൻ ഇന്ന് സെപ്പറേറ്റഡ് അല്ല, അതുകൊണ്ടാണ് ജിഷിൻ അവിടെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം അവർക്കൊക്കെ അതിൻ്റെതായ ട്രോമാസ് ഉണ്ട്. ഈ പറഞ്ഞ ട്രോമാസിലൂടെ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ അനീഷിന് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. പക്ഷെ ഇതിങ്ങനെ പറയുമ്പം
ആളുടെ ഫാൻസ് പറയുന്നത് അത് പുള്ളിയുടെ സ്ട്രാറ്റജിയാണ്. അതെ, ഇറ്റ്സ് നോട്ട് സ്ട്രാറ്റജി. കാരണം അത് വ്യക്തമായിട്ട് പൊളിഞ്ഞൊരു സംഭവമുണ്ട്. ഒരു പ്രാവശ്യം എന്റെ മനസ്സിലാക്കലാണ് കേട്ടോ, ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. പുറത്തിറങ്ങിയാൽ ഡെഫിനറ്റ്ലി ഞാൻ അനീഷാനെ പരിചയപ്പെടും. എനിക്ക് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം പുള്ളിന്റെ ഒരു എപ്പിസോഡ് ലാലേട്ടൻ വന്നിട്ട് എപ്പോഴും പുള്ളിക്കൊരു ഇത് കൊടുക്കുന്നുണ്ട്, മീൻസ് സ്പേസ് കൊടുക്കുന്നുണ്ട്. കാരണം പുള്ളി പറയുന്ന രീതിയും ഒക്കെ എല്ലാവരും ഒന്നും മാറിയുന്ന പുള്ളി ഒരു മൈൻഡ് ഗെയിമറാണ് കുറച്ചൊക്കെ, ഏറെക്കുറെ. കാരണം മൈൻഡ് യൂസ് ചെയ്യുന്നുണ്ട് പുള്ളി. സിംഗിളായിട്ട് നിന്ന് കളിക്കണം എന്നുള്ളത് മനസ്സിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് പുള്ളി ആരോടും വലിയ കമ്പനി ആകാതിരിക്കുന്നതും ഒറ്റയ്ക്ക് ഇരിക്കുന്നതും ഒറ്റയ്ക്ക് നടക്കുന്നതും ഒറ്റപ്പെട്ട് മാറി നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നതും അല്ലേ. അപ്പൊ അത് പക്ഷേ ഒരു ട്രോമ കടന്നു വന്നൊരു സിറ്റുവേഷൻ ഇവരെടുത്ത് ലാലേട്ടന്റെ ഒരു എപ്പിസോഡിൽ ഇട്ട് കാണിച്ചു കൊടുക്കണ്ടായി. അനീഷ്, നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തെന്ന് നോക്കൂ. ഇത് കണ്ടിട്ട് പുള്ളിക്ക് തന്നെ ഞാൻ ആ എപ്പിസോഡ് ശരിക്കും കണ്ടതാ. അത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് പുള്ളിക്ക് തന്നെ പുള്ളിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇത് നമ്മൾ ഞാനിപ്പോ ഇവിടെ നിന്ന് അഭിനയിച്ചാൽ എനിക്ക് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അറിയില്ല. നമ്മൾ ഒരു പ്രാവശ്യം ചെന്ന് നോക്കുമ്പോഴാണ് നമ്മൾ എന്താ നമ്മൾ പിന്നെ വന്ന് കറക്റ്റ് ചെയ്യില്ലേ. അതുപോലെ പുള്ളി ഇത് കണ്ടപ്പോ പുള്ളി ഇത് അണ്ടർസ്റ്റുഡ് ആയി. അതിനുശേഷം പുള്ളി ആ റിപ്പീറ്റേഷൻ പരിപാടി കുറച്ചു. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെ. ഇത് മൈൻഡ് റീഡ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനുശേഷം അനീഷ് ആ ഒരു റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സംഭവം വളരെ 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 കുറച്ച് ചുരുക്കി ഇപ്പൊ വളരെ കുറഞ്ഞു. അപ്പം അനീഷിന്റെ ആ ഗെയിം ഇഷ്ടമാണ്. അല്ല, അതെ, ഇഷ്ടമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം പുള്ളിക്ക് ട്രോമാസ് ഉണ്ടെന്ന് തോന്നിയത് ഇത് പുള്ളിന്റെ ഒരു സ്ട്രാറ്റജി അല്ല. ഈ ആവർത്തിച്ച് പറയുന്നില്ലേ, അത് മനഃപൂർവ്വം ഒരു ഗെയിമിന് വേണ്ടി പുള്ളി ചെയ്യുന്നതായിരുന്നില്ല. അത് എനിക്ക് തോന്നിയ ഒരു കാര്യം, അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരിക്കലും 100 ദിവസമൊന്നും അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. അല്ല, അത് പുള്ളിന്റെ ഒരു ട്രോമ ആയിരുന്നു. അതുകൊണ്ടാണ് ലാൽ സാർ ആ വീഡിയോ കാണിച്ചതിന് ശേഷം പുള്ളി അത് മൈൻഡ് യൂസ് ചെയ്ത് കുറച്ചത്. മനസ്സിലായോ? അത് ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നില്ല, പുള്ളിയിലുള്ളൊരു ട്രോമ ആണത്. ആക്ച്വലി പുള്ളി ഒരു ചില സമയത്തൊരു അൺസൗണ്ട് മാനെ പോലല്ലേ, അല്ലേ സൗണ്ട് പേഴ്സൺ അല്ലാന്ന് തോന്നുന്നു നമുക്ക്. ഇപ്പൊ ഒരു കാര്യം എൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറയാം, 2 പ്രാവശ്യം പറയാം, 10 പ്രാവശ്യം നിങ്ങൾ പറയുമ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, അതൊരു ഇറിറ്റേറ്റ് ചെയ്ത് അതെന്ത് ഗെയിമാ? അനീഷ് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എന്താണ് അനീഷ് മനസ്സിലാക്കിയിടത്തോളം അയാള് അതൊരു സ്ട്രാറ്റജി ആക്കത്തില്ല, അത് പുള്ളിന്റെ ട്രോമയാണ് ഡെഫിനറ്റ്ലി. അതുകൊണ്ടാണ് പുള്ളി അധികം ആരോടത്തും ഒരു ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ ഇപ്പൊ മാറിയില്ലേ, ലാലേട്ടൻ വന്നിട്ട് സൗഹൃദത്തിന്റെ വാതിൽ തുറന്നിടാൻ പറഞ്ഞു ഷാനവാസായിട്ട് പുള്ളി അടുക്കുന്നത്. അപ്പൊ പുള്ളിക്ക് അതൊക്കെ വേണം, എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ വേണം. സ്നേഹം വേണം ജീവിക്കണമെങ്കില്, സൗഹൃദം വേണം, നമ്മൾ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കില് ഇല്ലേ, എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ വേണം. അല്ലാണ്ട് അനീഷ് ഇതൊന്നും വേണ്ടാത്ത പുള്ളി. ഞാനാണ് ജിഷാണ് പകരം അവിടെ പോയി പുള്ളിനെ എങ്ങനെയും സ്നേഹത്തില് സൗഹൃദത്തിൽ ആക്കിയിട്ടേ വരുള്ളായിരുന്നു. ഒരു മാറ്റവും ഇല്ല. എന്നാ അത് പെങ്ങളാണ് അല്ലെ സ്നേഹം. ഇപ്പൊ ഷാനവാസിന്റെ അടുത്ത് റിയാസിനെ കൊണ്ട് ടാസ്ക് കൊടുത്ത് പറയിപ്പിച്ചില്ലേ, ഞാനാണെങ്കിൽ അത് എന്റെ ടാസ്ക് ആയിട്ട് എടുത്തന്നെ പറയിപ്പിച്ചിട്ട് പോലുള്ളായിരുന്നു. കാരണം അയാൾ ഒരുപാട് സ്നേഹം ഉള്ള ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ആൾക്കാർ ജഡ്ജ് ചെയ്യുക അയാൾക്ക് ആരോട് സ്നേഹം ഇല്ലാന്നല്ലേ. അയാൾ ഒരുപാട് സ്നേഹം. ഇന്നലെ ജിഷൻജാന്റെ ഫുഡിന്റെ ഇഷ്യൂ വന്നപ്പോൾ ജിഷാൻ ഏറ്റവും സപ്പോർട്ട് ചെയ്തതും അതൊരു മാനുഷികപരമായ കാര്യമാണെന്ന് മനസ്സിലാക്കി ജിഷാന്റെ കൺസേൺ എല്ലാം കേട്ടറിഞ്ഞ് സപ്പോർട്ട് ചെയ്തതും മനീഷായിരുന്നു. ഞാനത് അയാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. നല്ലൊരു വ്യക്തിയാണ്. ഭയങ്കര ഗെയിമറിന് ഞാൻ പറയില്ല, മൈൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ടാസ്ക് കാര്യങ്ങൾ വരുമ്പോ വീക്കാണ് അല്ലെ. ഇന്നലെ ജിഷന്റെ ഇഷ്യൂ എടുത്താൽ തന്നെ ഒരു വെജിറ്റേറിയൻ ആണോ ജിഷൻ ശരിക്കും ലൈഫില്? പ്യുവർ വെജ് ആണ്. ബർത്ത് മുതൽ ജനിച്ചിട്ട് ഇതുവരെ നോൺ വെജ് കഴിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു വ്യക്തി മീൻകറി എന്തായാലും കൂട്ടത്തില്ല, ചോദിക്കുന്നതന്നെ ഒരു പൊട്ടത്തരവാ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തികൾക്ക് വേണ്ടി അല്ലെ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഷോ മാറ്റണമെന്നുണ്ടോ അമ്മയാ? നമ്മള് ഇപ്പൊ ഞാൻ ഇന്ന് ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ആഹാരം കഴിക്കുമ്പോ ഇതിപ്പോ നിങ്ങളുടെ ഇവിടെ ഷോ നടക്കാൻ വേണ്ടി ഞാൻ ബീഫ് കഴിച്ചേ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയത്തോണ്ട് എന്റെ ബീഫ് ഒന്നും പറയത്തില്ലേ? ഇല്ലേ, എനിക്ക് വേണ്ടെന്നല്ല പറയുള്ളൂ. നമ്മുടെ ഇവിടെ ഇതുപോലെ അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരാൾക്ക് വേണ്ടി മാറ്റി വെക്കാനുള്ളതല്ലല്ലോ ബിഗ് ബോസ്. അവർ അതിനകത്തേക്ക് കേറുമ്പോ തന്നെ ഇവരുടെ കുറിച്ചിട്ടുള്ള ഒരു പേഴ്സണൽ കാര്യങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടല്ലേ പോകുന്നത്. അപ്പൊ ആ സെയിം ടൈം തന്നെ ഇപ്പൊ ജിസയിലും ജിഷൻ ചാനാണ് അവിടെ നിലവിൽ വെജിറ്റേറിയൻ കഴിക്കുന്നത്. ഈ 2 പേര് ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് അവരവിടെ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലക്ഷറി ടാസ്ക് വരുമ്പോൾ കൂടുതൽ നോൺ വെജസ് ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും നോൺ വെജ് സാധനങ്ങളാണ് പോയി പറക്കെടുത്തിട്ട് വരുന്നത്. ഞാൻ ശ്രദ്ധിച്ചു, ഞാനത് സംസാരിക്കുകയും ചെയ്തൊരു കാര്യം. ഒരിക്കലും
എന്താ പറയാ, മട്ടനും ചിക്കനും ഫിഷും കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി വെജിറ്റേറിയൻസിന് എന്ത് കിട്ടുന്നു? ആ ദിവസം ഞാൻ കണ്ടു ഒരു കഴിച്ചത് ഉരുളക്കിഴങ്ങ് കറിയിൽ എന്താ പ്രോട്ടീൻ കിട്ടുന്നത്? ഉരുളക്കിഴങ്ങിൽ എന്താ പ്രോട്ടീൻ ഉള്ളത് പറയോ? എന്തെങ്കിലും പ്രോട്ടീൻ ഉണ്ടോ? എന്നിട്ട് കൊടുക്കുന്നത് ഹെവി ടാസ്ക് ആണ്. ഈ മട്ടനും ചിക്കനും കഴിച്ചവർക്ക് അത് ടാസ്ക് ചെയ്യാനുള്ളൊരു ഹെൽത്ത് ഉണ്ടാവും. അത് ബിഗ് ബോസിന്റെ ഒരു ഗെയിം ആണെങ്കിലോ, അതായത് ജിഷിൻ പ്യുവർ വെജിറ്റേറിയനാന്ന് ബിഗ് ബോസിന് അറിയാം. ആ ജിഷിന് കൊടുത്തൊരു ഗെയിം ആണല്ലോ മേ ബി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ. മേ ബി അങ്ങനെ ചിന്തിച്ചൂടെ? ആയിരിക്കാം. അതിന്റെ ഉള്ളിൽ അവരെന്താ ഇവർക്ക് കൊടുക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. പുറത്തുനിന്ന് നമ്മളത് ജഡ്ജ് ചെയ്യുമ്പോ ഭക്ഷണം കൊടുക്കുമ്പോ പക്ഷെ ഈ ഭക്ഷണം എടുക്കുന്നതും ലക്ഷറി ടാസ്കിലൂടെയാണല്ലോ ഇവർ ഓരോന്ന് എടുക്കുന്നത്. അപ്പൊ ഇവർക്ക് ഈ മട്ടനും ഒരു പ്രാവശ്യം മട്ടനും ഫിഷും കിട്ടി, ഞാൻ ശ്രദ്ധിച്ചു. ആ സമയത്ത് വെജിറ്റേറിയൻസിനെന്ന് പറഞ്ഞ് കുറച്ച് മിൽക്കാണ് എക്സ്ട്രാ കൊടുത്തത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്ക് പനീറും മഷ്റൂം അല്ലെങ്കിൽ ബ്രൊക്കോളി പോലുള്ള സാധനങ്ങൾ അവർക്കും പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ടാസ്ക് ഒരു ഫിസിക്കൽ ടാസ്കിൽ പോകുമ്പോൾ ഹെൽത്ത് വൈസ് എല്ലാവരും ഓക്കെ ആയിരിക്കും. റൂൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. അല്ലാണ്ട് റൂള് പല രീതിയിൽ വെക്കരുത്. വെജിറ്റേറിയൻ നോൺ വെജ് ഒന്നും അവിടെ അങ്ങനെ ഇല്ല. എല്ലാവരും മനുഷ്യരാണ്. പിന്നെ ചിലർ ഇതൊരു കസ്റ്റമിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകും. ജിഷാനെ സംബന്ധിച്ചിടത്തോളം ജിഷാന് കസ്റ്റം റിലേറ്റഡും അല്ല, ഒരു ബ്രാഹ്മിൻസ് അല്ല, നായർ തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ അവരുടെ ഫാമിലിയിൽ വേറെ എന്തൊക്കെയോ മീൻസ് കുറച്ചുകൂടി എന്താ പറയാ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നവരാണ് അവരുടെ അച്ഛൻ്റെ ഫാമിലി. ഞാൻ കേട്ടിടത്തോളം അങ്ങനെ എന്തോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരതൊരു കസ്റ്റം ഭാഗമായിട്ടും നോൺ വെജസ് അവരുടെ ഫാമിലി പരമായിട്ട് തന്നെ ത്യജിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അതൊരു ഷോയിൽ വന്നിട്ട് ഞാൻ ജന്മനാ മുതൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യം കളയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു ബ്രാഹ്മണനെ പിടിച്ചോണ്ട് വിട്ടിട്ട് ഷോയിൽ ചെന്നിട്ട് അവിടെ നിങ്ങൾ മാറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഈ പ്രശ്നം നടക്കുമ്പോൾ തന്നെ ജിസയിൽ ചോദിക്കുന്നുണ്ട് അക്ബറിന്റെ അടുത്ത്, നിങ്ങൾക്ക് പന്നീന്റെ ഇത് തന്നാ നിങ്ങൾ കഴിക്കുമോ എന്ന് ചോദിച്ചു. റൈറ്റ് അല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? കഴിക്കില്ല. കഴിക്കോ? അതിന് ആരെങ്കിലും പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യോ? ഇല്ല. അപ്പൊ ഓരോ സസ്യാഹാരം കഴിക്കുന്ന ആളിനെ സംഖ്യ വരെ ആക്കി. അതെന്താ ശരിയുള്ളത്? ശരിയാ. സസ്യാഹാരം കഴിക്കുന്നതുകൊണ്ട് യോഗ ചെയ്യുന്നത് കൊണ്ടും ഒരാള് സംഖ്യ ആകുമോ? ഇതിന് ആക്ച്വലി രാഷ്ട്രീയം ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ പുള്ളി BJP അല്ല, ഞാനും അല്ല. നിങ്ങൾ രണ്ടുപേരും സംഖ്യകളാ. ഞങ്ങൾ സംഖ്യകളാ. എന്താ ഈശ്വരവിശ്വാസിയാ ഞാൻ, അതുകൊണ്ട് സംഖ്യയാക്കുന്നുണ്ട് തന്നെ. പുള്ളി സസ്യാഹാരിയാ, അതുകൊണ്ട് ഞങ്ങൾ സംഖ്യ കുടുംബം. അല്ല എന്താ പറയാ, ജിഷിന് പറ്റിയ പാർട്ണർ കേട്ടോ. വളച്ചൊടിക്കുന്നവരടുത്ത് വളച്ചൊടിച്ചോളൂ. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ വന്നൊരു കുഞ്ഞു വീഡിയോ ഇട്ടത്. കാരണം ഞാൻ നോക്കുമ്പോൾ ഈ ഇതിന്റെ ഏഷ്യാനെറ്റ് ഇട്ട ആ വീഡിയോന്റെ അടിയിൽ ഫുള്ള് ഇങ്ങനെ പോവാ. എന്താ അവന് മീൻകറി ഉണ്ടാക്കിയ ചട്ടിയിൽ കഴിച്ചാൽ അവൻ എന്താ? ഞാൻ ഫിഷ് കഴിക്കുന്ന ആളാ. എന്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്റെ വീട്ടില് മീൻസ് എന്താ പറയാ, മാംസം അങ്ങനെ താല്പര്യമില്ലാത്തോണ്ട് അച്ഛനും അമ്മാവനൊക്കെ ഞങ്ങളുടെ ചെറുപ്പം മുതൽ അവർ ഗൾഫിലാണ്. അപ്പൊ അവരവിടെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. അച്ഛനും അമ്മാവനൊക്കെ നാട്ടിൽ വരുമ്പോ അവര് കുക്ക് ചെയ്യും ഈ പറഞ്ഞ പോലെ ബീഫ് അതൊക്കെ. എന്റെ അമ്മയ്ക്കൊന്നും ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് ഫിഷ് മാത്രം, അമ്മമ്മയ്ക്കൊക്കെ ഫിഷാണ് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ അമ്മയും ഫിഷ് മാത്രം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളൂ. ഈ മട്ടൺ ചിക്കൻ ഒന്നും ഉണ്ടാക്കാറില്ല. ചിക്കൻ വല്ലപ്പോഴും ഞങ്ങൾ കുട്ടികളുടെ ആഗ്രഹത്തിന് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ, അങ്ങനെയാണല്ലോ. അത് നമ്മുടെ ഫുഡിങ് രീതിയും കംപ്ലീറ്റ് മാറി. നമ്മളൊക്കെ പണ്ട് ഇച്ചിരി ചിക്കൻ കറി വെച്ച് ചോറ് കഴിക്കാറുണ്ടെങ്കിൽ ഇപ്പൊ ഡെയിലി ചിക്കനാണ്. ചിക്കൻ മെയിൻ വിഭവമാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഒന്ന് കൊതിച്ചിട്ടുണ്ടല്ലേ? അതെ, അല്ല കൊതിച്ചിട്ടില്ല. എനിക്ക് അന്ന് ഇന്നും ഫിഷ് ഇഷ്ടമാണ്. അതല്ല ഇപ്പൊ ഫിഷ് ആണെങ്കിൽ പോലും ഇന്ന് ലാവിഷാണല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. ഫിഷും മെയിനായിട്ട് തവ ഒക്കെ ചെയ്തിട്ടല്ലേ, അതൊക്കെ ഒരു മെയിൻ ഫുഡായിട്ട് മാറി. അപ്പൊ എന്റെ വീട്ടില് അങ്ങനെ ഇതിനൊന്നും വലിയ പ്രയോറിറ്റി ഇല്ല. നോർമൽ സമീകൃത ആഹാരം ആണ് എന്റെ വീട്ടിലെ ഫുഡ്. എനിക്കും ഇഷ്ടം അത് തന്നെയാണ്. പക്ഷെ എല്ലാം കൂടിയിട്ട് ഒരു അവിയല്, ഒരു തോരൻ, ഒരു കറി, ഇച്ചിരി മീന്, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ കഴിച്ചിരുന്നു. പക്ഷെ വലുതായി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എന്റെ സെപ്പറേഷൻ ടൈമിലൊക്കെ ഞാൻ ഒരുപാട് വർഷങ്ങളോളം ഞാനും വെജ് മാത്രമായിട്ട് ഇരുന്നിട്ടുണ്ട്. അത് ഞാൻ ഇൻഡിവിജ്വലി ഞാൻ അടുത്തൊരു തീരുമാനമായിരുന്നു എനിക്ക് അങ്ങനെ ആകണം എന്നുള്ളത്. നോൺ വെജ് ഉപേക്ഷിച്ചിട്ട് വെജായി. പിന്നെ ഞാൻ വീണ്ടും ജിമ്മിലൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് അവർ ഈ എഗ്ഗ് കഴിക്കണം പ്രോട്ടീന് വേണ്ടിയിട്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഗ്ഗൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഈ ബീഫ് മട്ടൺ കഴിച്ചിട്ടില്ല. ജിഷനെ അമ്മയെ മനസ്സിലാക്കാൻ എത്ര ദിവസം എടുത്തു, എത്ര നാളുകൾ എടുത്തു? ജിഷാനെ ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ്റെ ആ ഒരു ഹോസ്പിറ്റലിലാണെന്നുള്ളൊരു സംഭവം വന്നില്ലേ, സ്പോട്ടിൽ മനസ്സിലാക്കി. ജിഷന് പുറത്ത് കാണിക്കുന്ന സംഭവമൊന്നും അല്ല. അതായത് ആ ഒരു സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലാത്ത ആളാണ്. അപ്പൊ അത്രയും പാവമാണെന്നും അല്ല, അത്രയും ഇന്നോസെന്റ് ആണ്. മനസ്സിലായോ? പല സന്ദർഭങ്ങളിൽ ലൈഫിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് ജിഷാന്റെ ഈ കാര്യം എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നി. പക്ഷെ പുള്ളി
മേ ബി മുമ്പ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ഒരുപാട് ഭയങ്കര ഇന്നസെന്റ് ആണ്. കുറച്ചെങ്കിലും ബോൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആ ഒരു കാര്യം കൂളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ജിഷിന്റെ താക്കോല് അമ്മയുടെ കയ്യിലാണോ? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ജിഷാനെ ഒരുപാട് ആസ് എ പേഴ്സൺ എനിക്ക് ഒരുപാട് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രൗഡ്ഫുൾ ആണ്. അത് വലിയൊരു കാര്യമല്ലേ? ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ. ഞാൻ ഒരിക്കലും മോശമായിട്ടുള്ള ഒരു വഴിയിലേക്ക് ജിഷാനെ നല്ല ആരെയും കൊണ്ടുപോകത്തില്ല. ജിഷാന്റെ നല്ലൊരു വഴിയിലേക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പ്രൗഡ്ഫുൾ ആണ്. ഒരുപാട് സന്തോഷം. ഈ ടാറ്റുവിന് അർത്ഥമുണ്ടോ? ടാറ്റുവിന് അർത്ഥമില്ല. ആക്ച്വലി ഇത് ഞാനൊരു പോപ്പ് സിംഗറിന്റെ കയ്യിൽ കണ്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതൊരു തേർഡ് ഐ, എന്റെ ഒരു വലിയ ആഗ്രഹമാണ് എന്റെ തേർഡ് ഐ ഓപ്പൺ ആക്കണം എന്നുള്ളത്. ഓപ്പൺ ആവട്ടെ. 2 കണ്ണുണ്ടായിട്ട് നീക്കുള്ള എന്തോ ഓപ്പൺ ആവാനേ. അപ്പൊ അമ്മയെ ഒത്തിരി സന്തോഷം കേട്ടോ. അമ്മയെ ആണെങ്കിൽ പോലും ജനങ്ങൾ ചിന്തിക്കുക ഈ കാണുന്നതോ ഒന്നുമല്ല. അപ്പൊ ഒരുപാട് സന്തോഷം. ഇത്രയും നേരം സംസാരിച്ചു. അമ്മയെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ പോസിറ്റീവ് തന്നെ വേണം, കൈവിടല്ലേ. അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.